പിന്നെ ഇതിപ്പോൾ കുറച്ച് ഡിഗ്രേഡിങ് നടക്കുന്നുണ്ട്, മിക്സഡ് റിവ്യൂ ഒക്കെയാണ്. അത് നിങ്ങൾ നോക്കരുത്, കാരണം ലാലേട്ടനോടുള്ള വ്യക്തിപരമായ ആൾക്കാർ കാണിക്കുകയാണ്. കണ്ടത് നിജം, കണ്ടതെല്ലാമേ പോയി, കണ്ടതെല്ലാമേ പോയി, ഇനി കാണാനിരിക്കുന്നതെല്ലാമേ നിജം നിജം നിജം. ഇതേപോലത്തുള്ള സിനിമകൾ കാണുന്നത് അന്യഭാഷകളിലാണ് കൂടുതലും കാണുന്നത്. പക്ഷേ മലയാളത്തിലേക്ക് ഇതൊരു സിനിമ വരുമ്പോൾ നമ്മൾ ഇരുകൈ നീട്ടി സ്വീകരിക്കാൻ വേണ്ടത്. ഈ സിനിമ നമ്മളെല്ലാവരും ഇത് കണ്ട് വിജയിച്ച് കഴിഞ്ഞു, എന്നാലും നമ്മളെല്ലാവരും കാണണം ഈ സിനിമ. ഞാൻ പറയാം, ലിജോയുടെ മേക്കിംഗ് വളരെ നല്ലതാണ്. ഇതുവരെ കാണാത്തുള്ള മൂവിയാണ്. നല്ല ഈസ്റ്ററ്റിക് പോയറ്റിക്കൽ പറയാം. ലിജോയുടെ എല്ലാ പടവും നല്ലതാണ്. ഇപ്പോൾ മലയാളം സിനിമ തന്നെ ഏറ്റവും വലിയ ഫിലിം മേക്കർ KG ജോർജിൻ്റെ ഒപ്പം തന്നെ വരുന്ന ആളാണ് ലിജോ. ലിജോ അങ്ങനെ കോംപ്രമൈസും ചെയ്തിട്ടില്ല. മോഹൻലാൽ പടം അല്ലെങ്കിൽ മാസ് പടം പറഞ്ഞാൽ ആക്ഷൻ സീക്വൻസിലുണ്ട്, പക്ഷേ അത് കുറച്ച് കുറവാണ്. പക്ഷേ പ്രത്യേകമായിട്ടുള്ള ആക്ഷൻ സീക്വൻസാണ്, കളറിങ് അതും നല്ലതാണ്. പിന്നെ ലാലേട്ടൻ എല്ലാ സിനിമയിലും അഭിനയിച്ച പോലെ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. ലാലേട്ടൻ പടക്കാളിൽ ഒരു ലിജോ ജോസ് പെല്ലിശ്ശേരി പടമായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ നല്ല ഒരു എക്സ്പീരിയൻസ് മൂവിയാണ്. കൊമേഴ്സ്യൽ അസിസ്റ്റൻസ് എനിക്ക് അറിയില്ല എങ്ങനെയാണ്. 1400 കളക്ഷൻ എന്തായാലും പ്രൊഡ്യൂസറിന് കിട്ടും. സിനിമ മുടക്കിയ കാശ് കിട്ടും, അതിന് പിന്നെ എങ്ങനെ അറിയില്ല. കാരണം ഫാമിലിയെല്ലാം മറ്റേ ഒടിയിൽ ഇറങ്ങിയപ്പോൾ അന്ന് ക്രിസ്മസ് ഹോളിഡേയ്സ് ആയിരുന്നു. ഫാമിലി അതിന് കയറുമെന്ന് അറിയില്ല 4 ദിവസം കഴിഞ്ഞു. പിന്നെ ആകെ ഒരു സെക്കൻഡ് ഹാഫിൽ കുഴപ്പമില്ല, ഫസ്റ്റ് ഹാഫിൽ ചെറിയ ലാഗ് പോകുന്നു. പക്ഷേ ഇതുവരെ കാണാത്തൊരു ഫിലിമാണ്, ഇന്ത്യൻ സിനിമയിൽ തന്നെ കാണാത്തൊരു ഫിലിമാണ്. ലിജോയുടെ മേക്കിംഗ് ഉഗ്രനാണ്. ഇപ്പോൾ ലാലേട്ടൻ തകർത്താടിയെന്ന് തന്നെ പറയാം. ലാലേട്ടൻ്റെ ഒരു മത്സരം നിറഞ്ഞൊരു ഉജ്ജ്വലം നിറഞ്ഞൊരു ത്രസിപ്പിക്കുന്ന ഒരു ശരീരഭാഷ കൊണ്ട് അഭിനയിച്ച് ഇത്രയും 60 വയസ്സ് കഴിഞ്ഞിട്ടും അഭിനയത്തിൽ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ തലമുറ പുതിയ നടന്മാർ വരുന്നുണ്ടെങ്കിൽ ലാലേട്ടനെ പോലത്തെ ഒരു യങ് തലമുതിർന്നൊരു ആക്ടർ നല്ല രീതിയിൽ അഭിനയം കാഴ്ചവെച്ച് മുന്നോട്ട് പതിറ്റാണ്ടുകൾ കഴിഞ്ഞും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മലയക്കോട്ടെ വാലിബൽ എന്ന സെൻട്രൽ ക്യാരക്ടർ ലാലേട്ടൻ്റെ കയ്യിൽ ഭദ്രമായിട്ട് അഭിനയിച്ച് വിസ്മയിപ്പിച്ചിട്ടുണ്ട്. പിന്നെ സുചിത്ര നായർ എന്ന വാനമ്പാടി ബിഗ് ബോസിലൂടെയൊക്കെ വന്ന സുചിത്ര ചേച്ചി മികച്ചതായിട്ട് ലാലേട്ടനൊപ്പം അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മണികണ്ഠൻ മികച്ചതായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഹരീഷ് പേരടി മികച്ചതായിട്ട് ലാലേട്ടനോട് അഭിനയിച്ച് കസറിയിട്ടുണ്ട്. അപ്പോൾ ഒരു ലാലേട്ടൻ ഒരു 1 മാൻ ഷോ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് തന്നെ പറയാം. ഇനി നമുക്ക് അലിൻ ജോസ് പെരേരയുടെ പിതാവായ ലോറൻസ് ജസിൽ പെരേരയോട് ചോദിക്കാം. ഇതിൻ്റെ മേക്കിങ്ങിനെ കുറിച്ചാണ് ആദ്യമേ എനിക്ക് പറയാനുള്ളത്. ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന ജോസഫ് പെല്ലേരി സാറ് LJP അതിഗംഭീരമായിട്ടാണ് ഇത് മേക്ക് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളും വെച്ച് നോക്കുമ്പോഴും ഇത് അത് നല്ലൊരു മേക്കിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. സെക്കൻഡായിട്ട് എനിക്ക് മോഹൻലാലിൻ്റെ ഈ കേന്ദ്ര കഥാപാത്രം അദ്ദേഹത്തിന് തന്നെ പറ്റുമെന്നുള്ള രീതിയിലാണ് ആ ഒരു കഥ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. കാരണം അദ്ദേഹം ഈ കഥാപാത്രത്തിൽ നിറഞ്ഞ ആടുകയാണ്. കാരണം ആ കഥാപാത്രത്തിന് രൂപവും ഭാവവും എല്ലാം ഒത്തൊരുങ്ങിയ ഒരു വ്യക്തി എന്നുള്ളതിൽ മോഹൻലാൽ നല്ല കറക്റ്റായിട്ട് തന്നെയാണ് കാസ്റ്റ് ചെയ്ത് ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ പിന്നെ മോഹൻലാലിൻ്റെ അനായാസ രീതിയിലുള്ള അഭിനയ രീതികളും പിന്നെ നല്ല പഞ്ചിങ്ങുള്ള ഡയലോഗും പിന്നെ അതിൻ്റെ DGM പിന്നെ അതിൻ്റെ എടുത്തു പറയുന്ന ഡയലോഗ് ഉണ്ട്, കണ്ടത് നിജം, കണ്ടതെല്ലാമേ പോയി, കണ്ടതെല്ലാമേ പോയി, ഇനി കാണാനിരിക്കുന്നതെല്ലാമേ നിജം നിജം നിജം. ഈ ഡയലോഗ് തിയേറ്ററുകളെ ഇളക്കി മറിക്കുന്ന ഫാൻസുകാർക്ക് ആവേശം കൊള്ളിക്കുന്ന തരത്തിലാണ് ലിജോ ജോസ് പെല്ലിശ്ശേരി എന്ന ഡയറക്ടർ മേക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ടത് ചുരുളി, അങ്കമാലി ഡയറീസ്, സിറ്റി ഓഫ് ഗോഡ് പോലുള്ള സിനിമകൾ മേക്ക് ചെയ്ത് ഒരു യങ് സൂപ്പർ സ്റ്റാർ ഡയറക്ടർ ലാലേട്ടൻ പോലുള്ള മഹത്തായ മലയാള സിനിമയുടെ സിനിമാ രാജാവിനെ കൊണ്ട് മത്സരിച്ച് അഭിനയിപ്പിച്ചിട്ടുണ്ട്. ഒരു ഹിസ്റ്റോറിക്കൽ വാർ സിനിമയാണ് മലയക്കോട്ടെ വാലിബൽ. പ്രേക്ഷക ജനത തന്നെ ഇപ്പോൾ തന്നെ ഹൗസ്ഫുൾ ഷോയാണ്. ബുക്ക് മൈ ഷോയിൽ ടിക്കറ്റുകൾ കിട്ടാനില്ല. ടിക്കറ്റ് കിട്ടാൻ വേണ്ടി മത്സര ഓട്ടമാണ്. പ്രേക്ഷകർ ലാലേട്ടനൊപ്പമാണെന്ന് തന്നെ പറയാം. പിന്നെ എടുത്തു പറയേണ്ടത് നമ്മുടെ മാമാങ്കം, പഴശ്ശിരാജ പോലുള്ള മമ്മൂക്കൻ്റെ സിനിമകൾ മാത്രമാണ് നമ്മൾ കണ്ടു മറന്നത്. ഒരു ഹിസ്റ്റോറിക്കൽ രാജാവിനെ പോലെ അഭിനയിക്കുന്നത് നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയാണ്. പക്ഷേ ഇതിൽ ലാലേട്ടൻ എന്ന മോഹൻലാലിൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും മികച്ച രീതിയിലുള്ള ദൃശ്യവൽക്കരണമാണ് ഈ മലയക്കോട്ടെ വാലിബൻ. വാലിബൻ മലയക്കോട്ടെ വാലിബൻ. ഒരു ഫാൻറ്റസി പടമാണ്. നമ്മുടെ ഭാവനയ്ക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. ടൈം സ്പേസ് അങ്ങനെയൊന്നുമില്ല. ഇതൊരു പ്രത്യേക അനുഭവമാണ്. ഇതുവരെ ഇങ്ങനെ മൂവി കണ്ടിട്ടില്ല. മലയാളത്തിലോ ഇന്ത്യയിലോ ഒന്നും കാണാത്ത ഒരു ഫിലോസഫിക്കൽ സ്പിരിച്വലായ ജോണറാണ്. പക്ഷേ എല്ലാവരും ഫാൻസിൽ കുറച്ച് മാസ് പ്രതീക്ഷിച്ചേക്കും പോകുന്നു.
അങ്ങനത്തെ ഒരു മാസ് പടം അല്ല, ഗ്ലാസ് പടമാണ്. ഇത് ലിജോയുടെ മേക്കിംഗ് ഉഗ്രനാണ്. ലിജോയുടെ ഒരു പടം പോലും മോശമല്ല ഇത് ഉണ്ടാക്കിയത്. ഇത് ഫാമിലിയോടെ അവരുടെ കുട്ടികളെയും കൊണ്ടുവന്ന് കാണിക്കേണ്ട ഒരു ഫാന്റസി മൂഡിലും കാണിക്കേണ്ട ഒരു സിനിമയാണ് മലൈക്കോട്ടെ വാലിബൻ. VFX ആണെങ്കിലും ഗ്രാഫിക്സ് ആണെങ്കിലും മികച്ച രീതിയിൽ തന്നെ ലിജോ ജോസ് പല്ലിശ്ശേരി വർക്കൗട്ടായി പോയിട്ടുണ്ട് സിനിമയിൽ. അപ്പോൾ എല്ലാത്തരം പ്രേക്ഷകർക്കും ഉണർവോടെ കാണാൻ പറ്റുന്ന ഒരു പുതുമ ചരിത്രം സിനിമയായിരിക്കും മലൈക്കോട്ടെ വാലിബൻ. എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണേണ്ട സിനിമയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ലോറൻസ് പേരോട് ചോദിക്കാം അവസാനമായിട്ട്. നമ്മൾ ഈ ഇതേപോലത്തുള്ള സിനിമകൾ കാണുന്നത് അന്യഭാഷകളിലാണ് കൂടുതലും കാണുന്നത്. പക്ഷേ മലയാളത്തിലേക്ക് ഇതൊരു സിനിമ വരുമ്പോൾ നമ്മൾ ഇരുകൈ നീട്ടി സ്വീകരിക്കാൻ വേണ്ടത്. ഈ സിനിമ നമ്മളെല്ലാവരും ഇത് കണ്ട് വിജയിച്ച് കഴിഞ്ഞു. എന്നാലും നമ്മളെല്ലാവരും കാണണം ഈ സിനിമ. ഞാൻ കണ്ടു, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. സാധാരണ ഇതേപോലത്തെ ഒരു സിനിമ നമുക്ക് മലയാളത്തിൽ കാണുക എന്നുള്ളത് ഇമ്പോസിബിളാണ്. പക്ഷേ ഇതിപ്പോൾ ഇങ്ങനത്തെ ഒരു സിനിമ കണ്ടപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇത് നിങ്ങളും കാണുക. ഇപ്പോൾ നമ്മുടെ വർക്കി സാറ് പറഞ്ഞ പോലെ നല്ല മേക്കിങ്, ഇപ്പോൾ അലൻ പറഞ്ഞ പോലെ നല്ല രീതിയിലാണ് പറഞ്ഞത് എല്ലാവരും. അപ്പോൾ ഇതെല്ലാവരും ഇങ്ങനെ നല്ല രീതിയിലാണ് പറയുന്നത് ഇതിനെക്കുറിച്ച്. അപ്പോൾ ഇത് നല്ല ഇതായിട്ട് വരട്ടെ, എല്ലാവരും കാണട്ടെ എന്നാണ് ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുന്നത്. ഇതൊരു പാൻ ഇന്ത്യൻ മൂവിയാണ്. എടുത്തു വരാണ് നിങ്ങൾക്ക് ഇങ്ങനെ തിയേറ്ററിൽ നല്ല എക്സ്പീരിയൻസ് ആണ്, പോയി കാണാം, നല്ല എക്സ്പീരിയൻസ് ആണ്. എന്തായാലും ഇങ്ങനത്തെ ഫിലിം ഒരു റെയർ ഫിലിമാണ് ഇങ്ങനത്തെ ഫിലിമുകൾ. ഈ കോമഡി സിനിമകൾ മാത്രം കണ്ടാൽ പോരെ, ഇങ്ങനത്തെ ഒരു ചരിത്രപരമായിട്ടുള്ള സിനിമകൾ നിങ്ങൾക്ക് പ്രേക്ഷകർ സപ്പോർട്ട് കൊടുക്കണം, വിജയിപ്പിക്കണം. LJP പോലത്തെ ഒരു യങ് ഡയറക്ടറെ സപ്പോർട്ട് ചെയ്യുക. IFCയിലൊക്കെ മറ്റേ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലൊക്കെ വന്ന സിനിമയാണ് ചുരുളി. അപ്പോൾ അതിനൊക്കെ ശേഷം ഒരു ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ ഒരു കൊടുങ്കാറ്റ് തന്നെയാണ് ഈ മലൈക്കോട്ടെ വാലിബൻ. പിന്നെ ഇപ്പോൾ കുറച്ച് ഡിഗ്രേഡിങ് നടക്കുന്നുണ്ട്, മിക്സഡ് റിവ്യൂ ഒക്കെയാണ്. അത് നിങ്ങൾ നോക്കരുത്, കാരണം ലാലേട്ടനോടുള്ള വ്യക്തിപര ആൾക്കാർ കാണിക്കുകയാണ്. മിക്സഡ് റിവ്യൂ കൊടുക്കേണ്ട മൂവി അല്ല, ഡിഗ്രേഡ് ചെയ്യേണ്ട മൂവി അല്ല. ഡിഗ്രേഡിങ് ആണ് പറഞ്ഞെങ്കിൽ പടം കാണാതിരിക്കരുത്. മിക്സഡ് റിവ്യൂ ആണ് പറഞ്ഞാൽ അവരോട് മാറിപ്പെടാമെന്ന് പറയണത്. ലാലേട്ടൻ്റെ പടങ്ങൾ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് കാണും, ആ കാര്യത്തിൽ സംശയമില്ല. ഇത് അടുത്തൊരു 100 കോടി ക്ലബ്ബിൽ കയറുന്ന പുലിമുരുകന് ശേഷം ഇപ്പോൾ നേരിന് ശേഷം 100 കോടി ക്ലബ്ബിൽ കയറാൻ പറ്റുന്ന സിനിമയായിരിക്കും ഈ മലൈക്കോട്ടെ വാലിബൻ. അത് കാര്യത്തിൽ സംശയമില്ല. ലാസ്റ്റായിട്ട് ഈ സിനിമ ഒരു 100 കോടി ക്ലബിൽ കയറട്ടെ കഴിഞ്ഞോട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ഈ ഇതിനെല്ലാവർക്കും സന്തോഷം അർപ്പിക്കുകയാണ്. അപ്പൊ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് മലൈക്കോട്ടെ വാലിബൻ കാണുക, ലാലേട്ടനെ വിജയിപ്പിക്കുക, നമ്മുടെ പുതുമുഖ സംവിധായകൻ LJPയെ വിജയിപ്പിക്കുക. ഡിഗ്രേഡിങ് കണ്ട് ആൾക്കാർ പടം കാണാതിരിക്കരുത്. ഇപ്പോൾ നേരിടും ആദ്യം ഒരു ഡിഗ്രേഡിങ് ഉണ്ടായിരുന്നു, എന്നിട്ട് കൂടി. അപ്പോൾ ഈ മിക്സഡ് റിവ്യൂ കണ്ടിട്ട് മിക്സഡ് റിവ്യൂ കുറേ ഫാൻസുകാർ കുറേ പ്രശ്നം ഉണ്ടാവണം. ആ റിവ്യൂ കണ്ട് പടം കാണാതിരിക്കരുത്, തിയേറ്ററിൽ പോയി കാണണം.